ഗുഡ് ഈവനിംഗ്. 13 ദിവസത്തിനപ്പുറം നിലമ്പൂരിലെ ജനവിധിയാണ്. പ്രചാരണം ഉച്ചസ്ഥായിലേക്ക് കിടക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. മത്സരവീര്യം കൂട്ടി ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ചയാകുന്നുണ്ട്. വന്യമൃഗശല്യത്തിൽ തുടങ്ങി മലപ്പുറം പരാമർശം, ക്ഷേമ പെൻഷൻ പരാമർശം, ഇതാ ഏറ്റവും ഒടുവിൽ ബക്രീദ് അവധി വരെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുകയാണ്. അതേസമയം ഒളിഞ്ഞും തെളിഞ്ഞും PV അൻവർ കീ ഫാക്ടറായി ഇപ്പോഴും കളത്തിൽ തന്നെയുണ്ട്. ഇതാ ഇന്ന് ഇടതുപാളയത്തിലെ ഒരു നേതാവിനെ കൂടി അൻവർ സ്വന്തം തട്ടകത്തിൽ എത്തിച്ചിരിക്കുന്നു. അങ്ങനെ അനുദിനം മാറുന്ന നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്താകും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന നിലമ്പൂരിന്റെ വിധി? ആ ചോദ്യത്തിന് ഉത്തരം 13 നാളിന് അപ്പുറമുണ്ടാകും. നിലമ്പൂരിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോര് കൂടുതൽ ശക്തമാവുകയാണ്. ആരോപണങ്ങളും വിവാദങ്ങളും ഒരു ഭാഗത്ത് നിറയുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇനി നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളിലും വിവാദമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രമാത്രം ശ്രദ്ധാകേന്ദ്രമാവുകയാണ് രാഷ്ട്രീയമായി നിലമ്പൂർ എന്ന നിയോജക മണ്ഡലം. പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും നിലമ്പൂർ ഇനി സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. നിലമ്പൂർ നഗരസഭയിലെ ഇടത് കൗൺസിലർ PV അൻവറിനൊപ്പം ചേർന്നത് ഇത്തരമൊരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. ഇതിനിടെ പ്രചാരണത്തിന് ധനസഹായം അഭ്യർത്ഥിച്ച് PV അൻവർ രംഗത്തെത്തിയതും ഇന്നത്തെ രസക്കാഴ്ചയായി മാറി. എന്താണ് നിലമ്പൂർ വൈബ് നിലവിലെന്ന് വിശദമായി പരിശോധിക്കാം. നിലമ്പൂരിൽ നിന്ന് വിപിൻ C വിജയൻ തത്സമയം ചേരുകയാണ്. വിപിൻ, അപ്പോൾ നിലമ്പൂരിലെ ജനവിധിക്ക് ഇനി 13 നാൾ, 2 ആഴ്ച പോലും ഇല്ല. അപ്പോൾ എന്താണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷകൾ? ഒപ്പം കീ ഫാക്ടറായി PV അൻവർ ഇപ്പോഴും കളത്തിലുണ്ട്. ഇന്ന് എവിടെയൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രചാരണം? ഇനിയുള്ള ദിവസങ്ങൾ ഓരോ മുന്നണിക്കും ഓരോ സ്ഥാനാർത്ഥിക്കും എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? പരസ്യ പ്രചാരണം ആരംഭിച്ചതോടുകൂടി ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് നിലമ്പൂര് മാറിക്കഴിഞ്ഞു. അതിന്റെ ഒരു വീറും വാശിയും നമുക്കിവിടുത്തെ മുക്കിലും മൂലയിലും കാണാം. കാരണം ഓരോ സ്ഥലത്തും നേതാക്കൾ നേരിട്ടെത്തുന്നു, മന്ത്രിമാരെത്തുന്നു, പ്രമുഖമായിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥികളും എല്ലാവരും എത്തുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്ന് കാണാനുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇനി ഇപ്പോഴുണ്ടാവുന്ന ഒരു വിവാദ വിഷയങ്ങളാണ്. അതിലിതാ ബക്രീദ് ദിനത്തിന് സർക്കാരിന്റെ അവധിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു. അതിരാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ അതിൽ പ്രതികരണം നടത്തുന്നു. അങ്ങനെയാണത് പോകുന്നത്. ഇന്നിപ്പോൾ എടക്കര പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി. ഒപ്പം തന്നെ അവർ ആ ക്ഷേമ പെൻഷനിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഈ ക്ഷേമ പെൻഷൻ പരാമർശവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. UDF ആകട്ടെ മലപ്പുറം മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള മലപ്പുറം പരാമർശത്തിലാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. PV അൻവറാണ് തുടരെ ഓരോ ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ് വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ളൊരു കാരണം 52 കോടിയോളം രൂപയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. അത് പറയാനുള്ളൊരു കാരണം അദ്ദേഹം അതൊക്കെ ഭൂമി മാത്രമാണ്, ആ ഭൂമി വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത രീതിയിൽ എല്ലാം കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പിണറായിസത്തിനെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം, അതുകൊണ്ടാണ് ഈ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളതാണ് അതിനൊരു കാരണമായി അദ്ദേഹം പറയുന്നത്. ഒപ്പം JDSന്റെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ഫ്രാൻസിസിനെ ഇന്ന് ഒപ്പം ചേർക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവറിനെ കഴിഞ്ഞിരിക്കുന്നു. NDA ആകട്ടെ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം ഇപ്പോൾ ശക്തമായി തന്നെ തുടർത്തിരിക്കുന്നു. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ വലിയ ആവേശത്തിലേക്ക് കടക്കും. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരും നിലമ്പൂരിലേക്ക് വരാനൊരുങ്ങുന്നു. ശരി, വിപിൻ C വിജയനാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി നിലമ്പൂരിലും തത്സമയം ചേർന്നത്. നിലമ്പൂരിൽ കടുത്ത സാഹചര്യം എന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നു റോജി ജോൺ MLA. പ്രതിപക്ഷ നേതാവിനൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് UDF നേതൃത്വം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വരികയാണെന്നും ഉറച്ച ആത്മവിശ്വാസമാണ് UDFനുള്ളതെന്നും റോജി ജോൺ പറഞ്ഞു. ദീപക് ധർമ്മടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. റോജി ജോൺ MLA നമ്മളോടൊപ്പം ചേരുകയാണ്. റോജി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. നിലമ്പൂരിൽ വളരെ ഈസി വാക്ക് ഓവർ ആയിരുന്നു UDFന്, പക്ഷേ ഇപ്പോൾ ചിത്രം ഒരു ടൈറ്റ് ഫൈറ്റിലേക്കാണ് മാറിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇവിടെ ഇത് ടൈറ്റ് ഫൈറ്റ് ആണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ കുറെ പറഞ്ഞ് വരുത്താനായിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ UDFനെ സംബന്ധിച്ച് മാധ്യമങ്ങളല്ല, UDF നേതാക്കളും പറയുന്നത് ശക്തമായ മത്സരം UDFും LDFും തമ്മിലാണെന്നാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ ഉണ്ട്. മത്സരം LDFും UDFും തമ്മിലാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തരത്തിൽ ഇത് മത്സരം ടൈറ്റ് ആണെന്നുള്ള ഫീലിംഗോ ഒന്നുമില്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ
അല്ലെങ്കിൽ അതിന് വളരെ മുമ്പ് തന്നെ ശ്രീ അൻവർ രാജിവെച്ച സമയം മുതൽ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് സജ്ജമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവിന് കടന്നാക്രമിക്കപ്പെടുന്നു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അപാകത എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണമുണ്ട്. പ്രതിപക്ഷ നേതാവ് UDFന്റെ ചെയർമാനാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളല്ല. UDF കൂടി ആലോചിച്ച് നേതൃയോഗം കൂടി അവർ കൃത്യമായി ഈ കാര്യത്തിൽ അഭിപ്രായം പറയുവാനായിട്ടും തീരുമാനമെടുക്കുവാനുമായിട്ടും പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ അത് VD സതീശനല്ലാണ്ട് വേറെ ആരാണ് പറയുക? ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ അൻവർ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിഷയം പിണറായി വിജയനാണ്. ഞങ്ങളെ സംബന്ധിച്ച് വിഷയം കഴിഞ്ഞ 9 വർഷത്തെ LDF ഭരണമാണ്. അതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട്. ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. വളരെ കൃത്യമായി പറയുന്നത് അൻവർ നിലമ്പൂരിൽ UDFന് വിഷയമല്ല, യഥാർത്ഥത്തിൽ പിണറായി വിജയനും ഇടത് സർക്കാരുമാണ് വിഷയം എന്നുള്ളതാണ് റോജി ജോൺ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ രാജേഷ് വളരികൊണ്ടിനൊപ്പം നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം, 24. നാളെ ബലിപെരുന്നാളാണ്. ഇലക്ഷൻ പ്രചാരണത്തിനിടെയാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പെരുന്നാൾ ആഘോഷം. ആര്യാടൻ ഷൗക്കത്തും കുടുംബവും 24നൊപ്പം ചേരുകയാണ് പെരുന്നാൾ വിശേഷവും ഇലക്ഷൻ വിശേഷങ്ങളുമായി. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. അതിനിടയിൽ ഇതാ പെരുന്നാൾ കൂടി വന്നെത്തി. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബമാണ് 24നൊപ്പം ചേരുന്നത്. ആദ്യം ഇതാ ആര്യാടൻ മുഹമ്മദിന്റെ പത്നി ഉൾപ്പെടെയുള്ളവരാണ് ഈ നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടു, ഒരുപാട് നേതാക്കൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീടാണ്. അന്നും ഇന്നും ഉള്ളൊരു വ്യത്യാസം എന്താ തോന്നണേ? അതേപോലെ തന്നെ ഒരേമാതിരി തന്നെയായിരുന്നു തിരക്കും ഇതൊക്കെ. എപ്പോഴും ആൾക്കാർ വന്നും പോയി നിൽക്കുക, അതൊക്കെ തന്നെ അല്ല. പിന്നിപ്പോൾ അന്ന് പിന്നെ ഒന്നൊന്ന് വരപ്പം ഉണ്ടായിരുന്നു, അത് പിന്നെ കൂടുതലൊരു ഉഷാറായിരുന്നു. ഒരു വർത്താനവും അല്ലേ? ഇങ്ങനെ ഒരു പെരുന്നാൾ ഉണ്ടായിട്ടുണ്ടോ അതിനു മുന്നേ? ഇന്നും പെരുന്നാൾ അങ്ങനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബഹളവും ഇല്ല, തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഒരു പെരുന്നാൾ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ടെൻഷനും ഉണ്ട്, ഒപ്പം തന്നെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണോ? അല്ല, ചെറിയൊരു ടെൻഷൻ എന്ന് പറയാനൊന്നും ഇല്ല. കുഴപ്പമില്ല, സന്തോഷത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇപ്പോഴുള്ള ഒരു കാലത്തെ അന്നത്തെ പെരുന്നാള് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ടെൻഷനും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടോ? എങ്ങനെയല്ല, തെരഞ്ഞെടുപ്പിന്റെ ഒരു ടെൻഷൻ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ടെൻഷൻ ഇല്ലാത്ത ആളാണ്. എന്ത് പ്രശ്നം, ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ സുഖമായിട്ട് എൻ്റെ ഉറക്കം എൻ്റെ ബാക്കി കാര്യങ്ങളും നടത്തി പോകുന്ന ഒരാളാണ് ഞാൻ. എന്നെ നടക്കട്ടെ. ഇവിടെ പിന്നെ എനിക്കിതിൽ പെരുന്നാൾ ഇടയ്ക്ക് വന്നത് വലിയ സന്തോഷമായിട്ടാണ് തോന്നി. കാരണം ഒരു ആശ്വാസം. നമ്മൾ ഭയങ്കര ഓട്ടത്തിനിടയ്ക്ക് 2 ദിവസം കുടുംബത്തിന് കൂടെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ നേരിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നാട്ടുകാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ജീപ്പിലൂടെ മറ്റേ പ്രസംഗിച്ച് വോട്ട് ചോദിക്കുന്നതിനേക്കാളും പരമാവധി, കാരണം ഞാൻ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലൊക്കെയാണ് ഞാൻ ആദ്യം മത്സരിച്ചത്. അവിടെയൊക്കെ നേരിട്ട് വോട്ട് ചോദിക്കലാണല്ലോ. അപ്പോൾ നേരിട്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഈ 2 ദിവസം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഒന്ന് ഫ്രീ ആയി വാസ്തവത്തിൽ. എന്തൊക്കെയാ അപ്പൊ പെരുന്നാളായിട്ട് എന്തൊക്കെയാ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? പുള്ളി പറയുന്നത് ഇപ്പോൾ ഒരു ടെൻഷനൊന്നും അങ്ങനെ അല്ലാന്ന്. അങ്ങനെ തന്നെ ആയിരുന്നോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ? പൊതുവെ ടെൻഷൻ ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് പിന്നെ നമുക്കും അല്ലാണ്ട് ടെൻഷൻ വരില്ല. അതായത് അവർക്ക് ടെൻഷൻ വന്നാൽ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കും. ഇങ്ങനെ വാർത്തകളൊക്കെ കാണുമ്പോ അപ്പോഴൊന്നും പുള്ളി കൂൾ തന്നെയാണോ? അതെ. ഈ പെരുന്നാക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് അങ്ങനെ എന്താണ്, അങ്ങനെ ഉണ്ടോ? നെയ്ച്ചോറും മട്ടൻ കറി, ചിക്കൻ ഫ്രൈ, അത് നാടൻ കോഴി ഉണ്ടെങ്കിൽ അത് പൊരിച്ചത്, അല്ലെങ്കിൽ സ്പ്രിംഗ് കോഴി പൊരിച്ചത്. സ്ഥിരം മെനു അതാണ്. ഇപ്പൊ പിന്നെ നമ്മള് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം ബിരിയാണി ആക്കിയാലോ ഒന്നുകൂടി ഈസി അല്ലേ വിചാരിച്ചിട്ട് അതിലേക്ക് പോകും. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ നെയ്ച്ചോറ് തന്നെയാണ്. ഉപ്പാനൊക്കെ കിട്ടുന്നുണ്ടോ? ഭയങ്കര തിരക്കില് ഓട്ടത്തിലാണ് പ്രചാരണം, അതിന്റെ ബഹളം എങ്ങനെയാ? സമയത്തൊക്കെ നല്ല തിരക്ക് കൂടിയിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് സാധാരണ കാണലും സംസാരിക്കാനും ഒക്കെ സമയം കിട്ടാറുണ്ട്. ഇലക്ഷൻ്റെ അത് പ്രചരണം തുടങ്ങിയ സമയത്ത് കുറച്ച് തിരക്കിലാണ്. നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാ ചിന്തിക്കുന്നത്? ഇപ്രാവശ്യം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ഇപ്രാവശ്യം ആഴ്ചയിൽ വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. താല്പര്യമില്ലാത്തവർ വരേക്കും ഇപ്രാവശ്യം എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ 3 പേര് യൂത്ത് ആയതുകൊണ്ട് എങ്ങനെയാണ് അവരുടെ ഒരു ചിന്ത, ഏത് രീതിയിലായിരിക്കും? അവർക്ക് എന്താണ് നമുക്ക് ആവശ്യം? ഇപ്പോഴത്തെ യൂത്ത് പറഞ്ഞാൽ പഴയ പോലെ അല്ലല്ലോ. പണ്ട് ന്യൂസ് TV കണ്ടാൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയം അറിയുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ആർക്ക് ഫോണുണ്ടോ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാ ബേസിക് രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം.
ബേസിക്കലി എല്ലാ നേതാക്കളെയും എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഇപ്പം കാണുന്നുണ്ട്. ഇതൊക്കെ ഉപ്പാനോട് പറഞ്ഞോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ആ പോയിന്റ് വേണ്ടിയിരുന്നില്ല, അവിടെ പോയിട്ട് ഇത് പറയരുത്, അങ്ങനെയൊക്കെ ഉപദേശമൊക്കെ കൊടുക്കാറുണ്ടോ? ഇവരോട് എസ്പെഷ്യലി അഭിപ്രായങ്ങൾ ഇത് മീഡിയ റിലേറ്റഡ് അഭിപ്രായങ്ങൾക്ക് ഇവരോട് കൂടുതലും ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോ ഒബിയ പറയാറുണ്ടോ എന്തിനാ ഉപ്പാങ്ങൾ അത് പറഞ്ഞത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ചിലത് വരുമ്പോ ഇല്ലല്ല, അത് ഉപദേശം കൊടുക്കുന്നില്ല. ഇല്ല, നമ്മുടെ ഉപദേശം അങ്ങനെ കറക്റ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പം പപ്പക്ക് തോന്നുന്ന പോലെ ചെയ്യണത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പപ്പേനെ അങ്ങ് ഒഴിച്ചുവിടും അല്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് പെരുന്നാളായിട്ട് ഇപ്പൊ ഒരു മൈലാഞ്ചി ഇടല് അങ്ങനത്തെ ഒരു ആഘോഷങ്ങൾ എല്ലാ വർഷവും ഉള്ളതാണോ? അത് എങ്ങനെയാണ് അപ്പോ? എല്ലാ കൊല്ലം മൈലാഞ്ചി ഇടാൻ നോക്കലുണ്ട്. മൈലാഞ്ചി ഇട്ട് കിടക്കാൻ ലേറ്റ് ആയ പിറ്റേ ദിവസത്തെ ഈദ്ഗാഹും അടുക്കിപ്പം 2-3 ഈദ്ഗാഹ് ഇപ്പം അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി ഇപ്പം പഴയ മാങ്ങ ഡിസൈനും അതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പം കുറച്ച് നമ്മൾ തന്നെ ഇടുന്നോണ്ട് വേറെ എന്തെങ്കിലും ഡിസൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി ഇടാൻ നോക്കും മൈലാഞ്ചിക്ക്. അത് തന്നെ ഇപ്പൊ എല്ലാവരും ബൗട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോസ്റ്ററും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പെരുന്നാളിന്റെ ഒരു റിലാക്സേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തിരക്കായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു പൾസൊക്കെ തോന്നുന്നത്? ഒരു സ്വന്തക്കാരൻ എന്നുള്ളൊരു ഇത് വരുന്നുണ്ടോ? അതിന്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇവരൊക്കെ എന്നെ വീട്ടിൽ എന്നെ ഫാദർ വിളിക്കുന്നത് ബാപ്പുട്ടിയിലാണ്. വീട്ടുകാരെല്ലാവരും ബാപ്പുട്ടിയായി. പിന്നെ ഫാദറിന്റെ സുഹൃത്തുക്കളൊക്കെ ബാപ്പുട്ടിയായി. നാട്ടുകാർ മുഴുവൻ ബാപ്പുട്ടിയായി. പിന്നെ ഫാദറിന്റെ രീതി വെച്ചൊക്കെ വ്യക്തിപരമായി അടുപ്പമുള്ളവരാണ്. കാരണം അദ്ദേഹത്തിന്റെ 10-60 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൽ ഓരോ വീട്ടിലും എല്ലാവരും പേരോർക്കും. അദ്ദേഹം ഭയങ്കര ഓർമ്മശക്തി. നമുക്കൊന്നും അതിൻ്റെ 10-1 പോലും മെമ്മറി കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും 1-2 പ്രാവശ്യം കണ്ടാൽ പിന്നെ അവർ ഓർത്തിരിക്കും. അപ്പോൾ അവരൊക്കെ പേര് വിളിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻറ്റിമസി ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഇൻറ്റിമസി കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് എന്നെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേര് നാട്ടിൽ വിളിക്കുന്ന പേരായി മാറി. അതാണ് വാസ്തവം. അങ്ങനെ മൊത്തത്തിലിപ്പോ ഒരു ബാപ്പുട്ടിയായി അല്ലേ? ഇവർക്കൊപ്പം എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമ്പോൾ ഭരണകർത്താക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട് അങ്ങ് വനത്തിനകത്ത്. പ്രളയത്തിൽ വീടും റോഡും പാലവും തകർന്ന് 6 വർഷമായി ഉൾവനത്തിൽ കഴിയുന്ന നിലമ്പൂരിലെ 300 ആദിവാസി കുടുംബങ്ങൾ. അവരുടെ ജീവിതം ദുരിതം നിറഞ്ഞതാണ്. ആ കാഴ്ച കാണാതെ പോകരുത്. 2019 പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ കുറേ മനുഷ്യരാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അന്നത്തെ പ്രളയത്തിൽ ഇവരുടെ പാലം ഒലിച്ചുപോയി, വീടുകൾ നഷ്ടമായി, ഒന്നും പുതുതായി സർക്കാർ നൽകിയിട്ടില്ല. കുത്തിയൊലിക്കുന്ന ചാലിയാറിനെ മറികടന്നു വേണം ഓരോ ദിവസവും അക്കരെ നിന്ന് ഇക്കരയെത്താനും ഇക്കരെ നിന്ന് അക്കരയെത്താനും. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടിയുമായി സുധയും സുനിമോളും ചങ്ങാടത്തിനായി കാത്തു നിൽക്കുകയാണ്. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവഞ്ഞിപ്പുഴയിലെ കുത്തിയൊലിക്കുന്ന ഒഴുക്കിനെ തുഴഞ്ഞുമാറ്റി ഉന്നതിയിലെ മറ്റു കുടുംബങ്ങളെ 2 യുവാക്കൾ ചേർന്ന് ഇക്കരക്കെത്തിച്ചു. ആ ചങ്ങാടത്തിൽ ഭീതിയോടെ സൂക്ഷ്മതയോടെ അവർ അക്കരയ്ക്ക്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാലം. ഇപ്പം ആരെങ്കിലും വയ്യാണ്ട് കിടക്കണം. ഇപ്പം എത്രയോ ഗർഭിണികളുണ്ട്. അവരൊക്കെ ഇപ്പം 3 നാളായിട്ട് ചുങ്കത്തറയ്ക്ക് പറഞ്ഞുവിടെ നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലും വയ്യായി വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്കരെ കയറാൻ പറ്റില്ല. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും. ആണുങ്ങളൊക്കെ നീന്തി പോരും, നീന്താൻ പറ്റുന്ന ആൾക്കാർ. പിന്നെ നീന്താൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മെമ്പറെ വിളിച്ച് ഡെങ്കി പോട്ട് വരുത്തലാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ദുരിതം. വർഷം 6 പിന്നിട്ടു. 2019 പ്രളയത്തിലാണ് വീടും റോഡും പാലവും തകർന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഷെഡുകളിൽ കഴിയുന്ന ഈ കുടുംബങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. വീട് ഞങ്ങളെ ദുരന്തത്തിന് ശേഷം ഞങ്ങൾ ഇപ്പോഴും ടാർപോളിങ്ങാണ്. വീടൊന്നും ആയിട്ടില്ല. ഞങ്ങളൊക്കെ ഷെഡിൻ്റെ ഉള്ളിൽ നിൽക്കും. എത്ര കാലം എന്ന് വിചാരിച്ച ഷെഡിൻ്റെ ഉള്ളിൽ പോവുകയും പിടിച്ചങ്ങനെ
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കിണർ തന്നെ പണി കഴിച്ചിട്ട് അതിന്റെ പണി തന്നെ ഇതുവരെ ആയിട്ടും പൂർത്തിയായിട്ടില്ല. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി ഇരുട്ടിക്കുത്തിക്കടവിൽ പാലം ഒലിച്ചു പോയതോടെയാണ് മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടിക്കുത്തി, വാണിയമ്പുഴ, കുമ്പളപ്പാറ, തരിപ്പപ്പൊട്ടി ഉന്നതികളിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയത്. പലതവണ താൽക്കാലിക പാലം നിർമ്മിച്ചെങ്കിലും എല്ലാം തകർന്നു. നിലവിൽ സർക്കാർ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും ഏറെ നാളെടുക്കും. അപ്പോഴും സ്വന്തമായൊരു കൂര എന്ന സ്വപ്നം ഇനിയും ബാക്കി. മഴ വരുമ്പോൾ ഭീതിയോടെയാണ് ഒരു കൂട്ടം ജനങ്ങൾ അക്കരെ കഴിയുന്നത്. നിലമ്പൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ കോളനിയിലുള്ള ജനങ്ങൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. സ്ഥാനാർത്ഥികൾ അതും കൂടി കേൾക്കണം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ. അങ്ങനെ വിവിധ വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, അതിലെങ്ങനെയാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്തായാലും 13 ദിവസത്തിനപ്പുറം ജനവിധി ഉണ്ടാകുമ്പോൾ ആർക്കൊപ്പം നിൽക്കുന്നു നിലമ്പൂരിലെ ജനത എന്ന് നമുക്ക് നേരിൽ കണ്ടറിയാം. ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.